ഹായ് ഹലോ, ഇന്ന് നമ്മൾ വീട്ടിലുള്ള വിഭവങ്ങളെല്ലാം കൂടി ചേർത്ത് ചട്ടിച്ചോറ് റെഡിയാക്കുവാണേ. അപ്പോൾ നോക്കിയാലോ. കുറേ നാളുകൊണ്ട് വിചാരിക്കുമായിരുന്നു ഒരു ചട്ടിച്ചോറ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നൊരു ചട്ടിച്ചോറിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ ആദ്യം ഞാൻ അവിയൽ റെഡിയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നാരങ്ങ പുഴുങ്ങി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറിടാൻ നോക്കുവാണേ. കാരണം നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ എല്ലാം തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ചട്ടിച്ചോറിലൊക്കെ ആകുമ്പോൾ ഒരു അച്ചാറില്ലെങ്കിൽ അതങ്ങോട്ട് കംപ്ലീറ്റ് ആവത്തില്ലല്ലോ. അങ്ങനെ സാധാ മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാർ റെഡിയാക്കി. സൈഡിൽ ബീട്രൂട്ട് തോരൻ റെഡിയാക്കി. ഇതേ അവിയൽ റെഡിയായി. ഉപ്പൊക്കെ നോക്കി നല്ല സൂപ്പർ ടേസ്റ്റി അവിയലായിരുന്നു. സൈഡിൽ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അയല മീനായിരുന്നു. അപ്പോൾ 4 കഷ്ണം മുളകൊക്കെ പുരട്ടി മസാലയൊക്കെ പുരട്ടി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണ്ണയിൽ ഒഴിച്ച് വറുക്കാൻ അങ്ങ് വെച്ചു. അതും വറുത്ത് വരുന്ന സമയത്ത് നല്ല കട്ടി പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തൈരും കൂടെയൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. അത് ഞാൻ ചട്ടിയിലാണ് സാധാരണ പുളിശ്ശേരി വെക്കുന്നത്. അപ്പോൾ പുളിശ്ശേരിയും കടുവും എല്ലാം വറുത്ത് അതങ്ങ് സൈഡിലേക്ക് കാച്ചി വെച്ചു. അത് കഴിഞ്ഞ് മീൻകറി അടുപ്പത്തിലും തിളയ്ക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് വെച്ചതാണ്. നല്ല കിട്ടില്ല മീൻകറിയായിരുന്നു. കൂട്ടത്തിൽ പിന്നെ മുട്ട വറുത്തതില്ല, എന്ത് ചട്ടിച്ചോറും പൊതിച്ചോറും ഒക്കെ അല്ലേ. അങ്ങനെ നിറയെ പച്ചമുളകും കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള 2 മുട്ട ഓംലെറ്റ് അടിച്ചെടുത്തു. നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. മക്കളും പറയുന്നുണ്ടായിരുന്നു ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ചട്ടിച്ചോറ് റെഡിയാക്കി താമ്മേന്ന്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്തിനാ. അതാ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ല മുളക് വെച്ചിട്ടുള്ള ചമ്മന്തി അരച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ചട്ടിയിലേക്ക് എല്ലാം വിളമ്പി വെക്കുകയാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല കിടിലൻ ചട്ടിച്ചോറ് നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളെ വീട്ടിലെ എല്ലാ കറികളും കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ തനി നാടൻ കറികളോടെ നല്ല കിടിലൻ ചട്ടിച്ചോറ് റെഡിയാക്കി എടുക്കാന്നുള്ളൊരു ഉദാഹരണമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ ചോറ് നിറയെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 4 പേർക്കാണ്. കാരണം ഞാൻ തന്നെ ഉരുട്ടി എല്ലാവർക്കും വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. വാരി കൊടുക്കുമ്പോൾ അധികം കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും ചോറൊക്കെ ഞാനിട്ട് ചട്ടിച്ചോറാക്കി വെച്ചേക്കുന്നത് കേട്ടോ. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. മക്കളും മഞ്ഞയും ഞാനും എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു കേട്ടോ. കുറേ നാൾക്ക് കൂടിയിട്ടാണ് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടൊരു ഊണ് കഴിച്ചതെന്ന് പറയാം. നല്ല നാടൻ മൺചട്ടിയിൽ ഇരുന്നിട്ട് മണവും ഒക്കെ ആയിട്ടാണോ എന്ന് അറിയാം. ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ ഒഴിച്ച് വെച്ച് ചട്ടിയിൽ ഒരു മൺചട്ടിയിൽ അടപ്പ് കൊണ്ട് തന്നെ ഞാനങ്ങ് മൂടി കുറച്ച് നേരം വെച്ചിരുന്നു. ആ മണവും കൂടെ ആ ഈ എല്ലാ കറിയും ചൂടും കൂടെയൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നേ. എല്ലാ കറികളൂടെ ഒരുമിച്ചായപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമായിരുന്നു. അപ്പം നമ്മുടെ ചട്ടിച്ചോറ് റെഡിയാണ്. ഇതിൽ നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട്. അവിയൽ, തോരൻ, മുട്ട വറുത്തത്, പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്, മീൻ വറുത്തത്, ചമ്മന്തി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, മീൻ കറി, ഇതെല്ലാം കൂടി നമ്മൾ ഒഴിച്ച് വെച്ചേക്കുവാണേ. നമ്മൾ ഇനി കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് കഴിക്കും. ഫസ്റ്റ് ഉരുട്ടി ഞാൻ ജാനുവിനാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ജാനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാലമോൾക്ക് കൊടുത്തു. അവളും കഴിച്ചു കേട്ടോ. സാധാരണ ബാലയ്ക്ക് ഇതൊന്നും വലിയ പിടുത്തം ഇല്ലാതെ, പക്ഷേ ഇന്ന് എന്തായാലും കഴിച്ചു, ഇഷ്ടപ്പെട്ടു. കാന്താരി മുളക്, മുട്ട എല്ലാം കൂടെ വെച്ച് കൊതിയിടല്. സൂപ്പർ, അടിപൊളി. ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും കൂടി ചട്ടി വഴിച്ചങ്ങ് തിന്നു. നമ്മളെ ചട്ടിച്ചോറ് ചട്ടി മാത്രം ബാക്കിയായി. ബാക്കിയെല്ലാം നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും ഈ ചട്ടിച്ചോറിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.